എഫേസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 2-3 വാക്യങ്ങൾ. നിങ്ങൾക്കായി എനിക്ക് ലഭിച്ച ദൈവകൃപയുടെ വ്യവസ്ഥയെക്കുറിച്ച് ഞാൻ മീതെ ചുരുക്കത്തിൽ എഴുതിയതുപോലെ വെളിപ്പാടിനാൽ എനിക്കൊരു മർമ്മം അറിയായി വന്നു എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എഫേസ്യ ലേഖനത്തിലെ ആദ്യത്തെ 2 അധ്യായങ്ങളിലായി ദൈവകൃപയുടെ മഹത്വത്തെക്കുറിച്ചും അത് നമ്മുടെ രക്ഷയ്ക്കെങ്ങനെ പ്രവർത്തിച്ചു എന്നും പൗലോസ് അപ്പോസ്തലൻ കുറിച്ചത് നാം കാണുന്നു. ജാതികളുടെ രക്ഷയ്ക്കായി പൗലോസ് അപ്പോസ്തലനിലൂടെ ഈ ദൈവകൃപ വ്യാപരിച്ച് പല രാജ്യങ്ങളിലേക്ക് അയച്ച് ഉപയോഗിക്കപ്പെട്ടതിനെക്കുറിച്ചും നമുക്ക് കാണാം. പത്രോസിനെ പോലുള്ള അപ്പോസ്തലന്മാർ യഹൂദരുടെ ഇടയിലെ സുവിശേഷ ഘോഷണത്തിന് പ്രാധാന്യം നൽകിയപ്പോൾ പൗലോസും തൻ്റെ സഹ അപ്പോസ്തലരും ജാതികളുടെ ഇടയിൽ സുവിശേഷവുമായി ചെന്നു. അങ്ങനെ ദൈവകൃപ അവർക്കും രക്ഷയ്ക്ക് പ്രയോജനമായി ഭവിച്ചു. ഇവിടെ ദൈവകൃപയുടെ വ്യവസ്ഥ എന്ന് പരിഭാഷ ചെയ്തിരിക്കുന്നതിൽ വ്യവസ്ഥ എന്നതിന് മൂലഭാഷയിൽ ഉപയോഗിച്ചിട്ടുള്ള വാക്കിന് 2 അർത്ഥങ്ങളാണ് ഉള്ളത്. ഒന്ന് കാലം അഥവാ യുഗം എന്നും മറ്റൊന്ന് ഗൃഹവിചാരകത്വം അഥവാ മേൽനോട്ടം എന്നുമാണ്. ഇതിൽ 2ാമത്തെ അർത്ഥമാണ് സാഹചര്യത്തിന് യോജിക്കുന്നത്. ദൈവകൃപയുടെ ഗൃഹവിചാരകരായി ദൈവം തന്നെ നിയമിച്ചു എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇത് പൗലോസിന് മാത്രം ചെയ്യാൻ ഏൽപ്പിച്ച കാര്യമല്ല. ദൈവം തൻ്റെ ശുശ്രൂഷയ്ക്കായി വിളിച്ച് വേർതിരിക്കുന്ന ഓരോരുത്തരെയും അവിടുന്ന് തൻ്റെ കൃപയുടെ വിചാരകന്മാരായി ചുമതലപ്പെടുത്തുന്നു. ദൈവം നമ്മെ ഓരോ കാര്യങ്ങളുടെ ഗൃഹവിചാരകന്മാരാക്കുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിൽ നാം പുലർത്തുന്ന വിശ്വസ്തതയാണ്. എബ്രായ ലേഖനത്തിൽ മോശെ ദൈവഭവനത്തിലൊക്കെയും വിശ്വസ്തനായിരുന്നു, യേശു വിശ്വസ്തനായിരുന്നു എന്നെഴുതിയിരിക്കുന്നു. അല്പത്തിൽ വിശ്വസ്തരെയാണ് ദൈവം അധികത്തിന് വിചാരകരാക്കുന്നത്. ചെറിയ കാര്യത്തിൽ നാം വിശ്വസ്തരല്ലെങ്കിൽ പിന്നെങ്ങനെ വലിയ കാര്യങ്ങൾ ഭരമേൽപ്പിക്കും? പലരും വലിയ കാര്യങ്ങൾ ചെയ്യുന്നത് കാണുമ്പോൾ സങ്കടപ്പെടേണ്ട. നാം വിശ്വസ്തരാകുന്നതിനനുസരിച്ച്, നമ്മുടെ പ്രാപ്തിക്കനുസരിച്ച് ദൈവം തൻ്റെ കൃപയാൽ നമ്മെ അധികം കാര്യങ്ങൾ ഭരമേൽപ്പിക്കും. ഗഡ് ബ്ലസ് യു.